ഈ മനോഹരമായ കഥ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന ഒരു ചെറുപ്പക്കാരൻ പറയുന്ന പരാതിയിൽ തുടങ്ങുന്നു. പിതാവിന്റെ അവകാശങ്ങളെക്കുറിച്ചും മാതാപിതാക്കളുടെ കരുത്തും ത്യാഗവും കുട്ടികൾ തിരിച്ചറിയേണ്ടതിന്റെ ആധികാരികതയുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തിൽ അള്ളാഹുവിന്റെ പ്രബോധനവും ഹൃദയസ്പർശിയായ അനുഭവവും നിറഞ്ഞിരിക്കുന്നു. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയേ, എന്റെ പിതാവ് എന്റെ സമ്പാദ്യത്തിൽ നിന്ന് എന്നോട് ചോദിക്കാതെ എടുക്കാറുണ്ട്. അങ്ങ് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. അവിടുന്ന് പിതാവിനെ കൂട്ടി വരാൻ പറഞ്ഞു. ചെറുപ്പക്കാരൻ പോയി. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബിയോട് പറഞ്ഞു, പ്രവാചകരെ, പിതാവ് വന്നാൽ ആദ്യം അങ്ങ് അയാളുടെ മനസ്സിൽ തോന്നിയ വികാരങ്ങളാണ് ചോദിക്കേണ്ടത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരനും അയാളുടെ വൃദ്ധനായ പിതാവും വന്നു. പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതുപോലെ ചോദിച്ചു. ആഗതൻ ഒരു കവിത ചൊല്ലാൻ തുടങ്ങി. മകനെ, ചെറുപ്പത്തിൽ നിനക്ക് ഭക്ഷണം തന്നത് ഞാനാണ്. എന്റെ സമ്പാദ്യമാണ് നിന്നെ വളർത്തിയത്. ഞാൻ അധ്വാനിച്ചത് കൊണ്ടാണ് നീ ഉണ്ണുകയും കുടിക്കുകയും ചെയ്തത്. നിനക്ക് വല്ല രോഗവും വന്നാൽ ഉറങ്ങാതെ ഞാൻ അസ്വസ്ഥനാകുമായിരുന്നു. കവിത കേട്ട് പ്രവാചകന്റെ നയനങ്ങൾ നനയാൻ തുടങ്ങി. പിതാവ് തുടർന്നു, അങ്ങനെ നിന്റെ സംരക്ഷണം ആഗ്രഹിക്കേണ്ട പ്രായത്തിൽ ഞാൻ എത്തിയപ്പോൾ പരുഷമായ പെരുമാറ്റമാണല്ലോ നീ എനിക്ക് പകരം നൽകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തോന്നുകയാണ്, ഞാൻ നിനക്കല്ല, നീ എനിക്കാണ് വേണ്ടതെല്ലാം മുമ്പ് ചെയ്തു തന്നതെന്ന്. വൃദ്ധനായ പിതാവ് തന്റെ മകനെ കുറിച്ച് പറഞ്ഞ അവസാന ഭാഗം കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരച്ചിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അവിടുന്ന് ചെറുപ്പക്കാരന്റെ മാറിന് പിടിച്ചു പറഞ്ഞു, നിന്റെ സമ്പാദ്യം മാത്രമല്ല, നീ തന്നെ നിന്റെ പിതാവിന് അവകാശപ്പെട്ടതാണ്. രണ്ടുപേരും പിരിഞ്ഞു പോയപ്പോൾ തിരുമേനി അനുയായികളോട് പറഞ്ഞു, വൃദ്ധൻ തന്റെ അനുഭവം വർണ്ണിച്ചപ്പോൾ ഞാൻ കരഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ മാത്രമല്ല, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള മരങ്ങൾ, കല്ലുകൾ, മണൽ തരികൾ എല്ലാം അതു കേട്ട് എന്റെ കൂടെ കരയുകയുണ്ടായി. സ്വന്തം മക്കളെ കുന്നോളം വളർത്തി വലുതാക്കാൻ വേണ്ടി കൈ തഴമ്പ് പറ്റുകയും തൊലി ചുളുങ്ങുകയും മുടി നരയ്ക്കുകയും ചെയ്ത പാവം മെഴുകുതിരികളെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ മക്കൾ സമർപ്പിക്കുന്നു. 1000 നമസ്കാരപ്പൂക്കൾ. ഈ കഥയിലെ പിതാവിന്റെ കവിത മാതാപിതാക്കളുടെ ത്യാഗത്തിന്റെയും പരിഗണനയ്ക്കുമുള്ള മഹത്തായ അടയാളമാണ്. മക്കൾ സ്വന്തമാക്കുന്നതെല്ലാം ഒരു മാതാപിതാവിന്റെ നിസ്വാർത്ഥ പ്രയത്നത്തിന്റെ ഫലമാണെന്ന് മനസ്സിലാക്കുകയും അവരുടെ ധൈര്യത്തോടും കരുതലോടും കൂടിയ പ്രവർത്തികൾക്കായി കടപ്പാടുണ്ടാവുകയും വേണം. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും സ്വഭാവവും ഈ സന്ദേശത്തെ കൂടുതൽ പ്രാബല്യത്തോടെ മുന്നോട്ട് വെച്ചു. മാതാപിതാക്കളോടുള്ള കടപ്പാടും കടാക്ഷവും ഇഹലോകത്തും പരലോകത്തും വിജയത്തിന് വഴിവെക്കുന്നു.